കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേൽക്കും. 11 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ജയറാം രമേശ്, ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. പറവൂർ മണ്ഡലത്തിൽ നിന്ന് 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് 61 വയസ്സുകാരനായ സതീശൻ ഇത്തവണ കേരള നിയമസഭയിൽ എത്തുന്നത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ. സംസ്ഥാനത്തെ പൊതുവികാരം സതീശനൊപ്പമാണെന്ന് വ്യക്തമായതോടെയാണ് എം.എൽ.എമാരുടെ നിർദ്ദേശത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് വി.ഡി. സതീശൻ എന്ന ഒറ്റപ്പേരിലേക്ക് എത്തിയത്. 102 മണ്ഡലങ്ങളിൽ വിജയിച്ചാണ് ഇത്തവണ UDF അധികാരത്തിൽ ഏറുന്നത്. ഇതിൽ 63 കോൺഗ്രസ് MLA-മാരുണ്ട്. 47 പേർ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചെങ്കിലും ഘടകകക്ഷികളുടെ അഭിപ്രായവും കേരളത്തിന്റെ പൊതുവികാരവും കൂടി കണക്കിലെടുത്ത് സതീശന് അനുകൂലമായി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയായിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം മാരത്തൺ ചർച്ചകൾ നടത്തിയിരുന്നു. സിറ്റിംഗ് MLA മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും സ്വീകരിച്ചത്. കെ. മുരളീധരൻ, VM സുധീരൻ എന്നിവരും വി.ഡി. സതീശനൊപ്പം നിന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.